ചിൽ ഗ്രറ്റ ചിൽ. ഓട്ടിസത്തിന്റെ ഒരു രൂപമായ ആസ്പെർജേഴ്സ് സിൻഡ്രോം ഉണ്ടെന്ന് കണ്ടെത്തിയ ഒരു പെൺകുട്ടി അവൾ ഏറ്റെടുത്ത സമരങ്ങളുടെ പേരിൽ ലോക പ്രശസ്തയാവുക. പാരിസ്ഥിതിക പ്രശ്നങ്ങളാൽ ലോകം അല്പാൽപമായി മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഉറക്കെ പറയുക. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ ലോകത്തിന്റെ ജിഹ്വയായി മാറിയ ഗ്രറ്റ തുൻബെർഗ് ഒരേ സമയം ലോകത്തിന് പ്രിയപ്പെട്ടവളും വെറുക്കപ്പെട്ടവളുമാവുകയാണ്. 2003 സ്വീഡിഷ് തലസ്ഥാനമായ സ്റ്റോക്ക്ഹോമിലാണ് ശ്രീമതി തുൻബെർഗ് ജനിച്ചത്. അവരുടെ അമ്മ മലീന എർമാൻ ഒരു ഓപ്പറ ഗായികയാണ്. അച്ഛൻ സ്വാൻഡെ തുൻബെർഗ് ഒരു നടനുമാണ്. 8 വയസ്സുള്ളപ്പോഴാണ് അവൾ ആദ്യമായി കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കുന്നത്. അവളുടെ അച്ഛൻ സ്വാൻഡെ പറയുന്നതനുസരിച്ച് അവൾക്ക് 11 അല്ലെങ്കിൽ 12 വയസ്സുള്ളപ്പോൾ വിഷാദ രോഗം പിടിപെട്ടു തുടങ്ങി. അവൾ സംസാരിക്കുന്നത് നിർത്തി. അവൾ സ്കൂളിൽ പോകുന്നത് നിർത്തി. അയാൾ പറഞ്ഞു, ഏതാണ്ട് അതേ സമയത്താണ് അവൾക്ക് ഓട്ടിസത്തിന്റെ ഒരു രൂപമായ ആസ്പെർജേഴ്സ് സിൻഡ്രോം ഉണ്ടെന്ന് കണ്ടെത്തിയത്. 2018 വേനൽക്കാലത്ത് 15 വയസ്സുള്ളപ്പോൾ ശ്രീമതി തുൻബെർഗ് സ്വീഡിഷ് പാർലമെന്റിന് പുറത്ത് ആദ്യത്തെ കാലാവസ്ഥാ സംരക്ഷണത്തിനായുള്ള സ്കൂൾ സമരം നടത്തി. പ്രതിഷേധം വ്യാപകമായി പ്രചരിക്കപ്പെട്ടു. ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ അവരുടെ ഫ്രൈഡേസ് ഫോർ ഫ്യൂച്ചർ സമരങ്ങളിൽ പങ്കുചേർന്നു. 2019 2023 ഇടയിൽ എല്ലാ വർഷവും മിസ് തുൻബെർഗ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2019 അവർ റൈറ്റ് ലൈവ്ലിഹുഡ് അവാർഡും ആംനസ്റ്റി ഇന്റർനാഷണൽ അംബാസഡർ ഓഫ് കോൺസയൻസ് അവാർഡും നേടി. ലോകത്തിലെ ഏറ്റവും ശക്തരായ 100 സ്ത്രീകളിൽ ഒരാളായി ഫോബ്സ് അവരെ പട്ടികപ്പെടുത്തി. 2022 കാലാവസ്ഥാ പ്രതിസന്ധിയെ എങ്ങനെ നേരിടാമെന്നതിനെക്കുറിച്ചുള്ള 100 ശാസ്ത്രജ്ഞരുടെയും എഴുത്തുകാരുടെയും ആക്ടിവിസ്റ്റുകളുടെയും ഉപന്യാസങ്ങൾ ഉൾക്കൊള്ളുന്ന ദി ക്ലൈമറ്റ് ബുക്ക് തുൻബെർഗ് പുറത്തിറക്കി. ശ്രീമതി തുൻബെർഗ് പ്രത്യേക പാരിസ്ഥിതിക തന്ത്രങ്ങളൊന്നും ആവിഷ്കരിച്ചിട്ടില്ലെങ്കിലും ലോകമെമ്പാടുമുള്ള പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള പൊതുജന അവബോധം വളർത്തിയതിന്റെ ബഹുമതി അവർക്കാണ്. പല നിരൂപകരും ഇതിനെ ഗ്രറ്റ എഫക്റ്റ് എന്നാണ് വിളിക്കുന്നത്. ഇന്ത്യയിൽ നടന്ന കർഷക സമരത്തെ അനുകൂലിച്ചവർ നടത്തിയ ട്വീറ്റ് പരക്കെ ചർച്ചയായിരുന്നു. എന്നാൽ ഇപ്പോൾ അവരുടെ ഗാസ പ്രേമം പടിഞ്ഞാറിനെ വല്ലാതെ ചുടിപ്പിച്ചിട്ടുണ്ട്. ഗാസയിലെ കുട്ടികളുടെ അവകാശങ്ങൾക്കായി ലോകം ചുറ്റുന്ന പായ്വഞ്ചിയായ ഫ്രീഡം ഫ്ലോട്ടിലായിലെ അവരുടെ സാന്നിധ്യം തുൻബെർഗിന്റെ ആത്മാനുരാഗത്തിന്റെ അനുരണനം ആണെന്ന് പടിഞ്ഞാറൻ മാധ്യമങ്ങൾ ലേഖനം എഴുതുന്നു. നാസിസം അതിന്റെ പരമോന്നതിയിലാണ് ഗ്രറ്റയിൽ ഇപ്പോഴെന്നും അവരൊരു പരിസ്ഥിതി സ്നേഹിയല്ല, പിന്നെയോ നോബൽ സമ്മാനം കനവ് കണ്ടുറങ്ങുന്ന കാപട്ടിക്കാരിയാണെന്നുവരെ അവർ എഴുതി രോക്ഷം തീർക്കുമ്പോഴും 22-കാരിയായ ഗ്രറ്റ ആകുലയാവുന്നത് അനുദിനം കടലെടുത്തു പോകുന്ന പരിസ്ഥിതിയെക്കുറിച്ചാണ്. അവർ ശരിയായാലും തെറ്റായാലും നാസിസ്റ്റ് ആയാലും അവർ കേഴുന്നത് നശിച്ചു പോകാനിരിക്കുന്ന നല്ല നാളുകളെ പ്രതിയാണ് എന്നതിനാൽ എന്നും നന്മകൾ ഉണ്ടാവട്ടെ.